രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുമരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്ന് പരുവിന്മേലിട്ടു. അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് അടയാളം എന്തെന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇന്ന് ഇത് നിനക്ക് അടയാളമാകും. നിഴൽ 10 പടി മുന്നോട്ട് പോകണമോ 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ്, നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. ആ കാലത്ത് ബലദാൻ്റെ മകനായ ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തൻ്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ ഭണ്ഡാരങ്ങളിലുള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നെന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ദൂരദേശത്തു നിന്ന് ബാബേലിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു. എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്തൊരു വസ്തുവും ഇല്ല എന്ന് പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക. രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ അരമനയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു. ഹിസ്കിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല പരാക്രമ പ്രവൃത്തികളും, അവനൊരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്തു വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഹിസ്കിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ മനശ്ശെ അവനു പകരം രാജാവായി.